നമസ്കാരം. മാധ്യമജാലകത്തിലേക്ക് സ്വാഗതം. മുതിർന്ന മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയുമായ സരിത മോഹൻ ഭാമയാണ് പുതിയ പങ്ക്തിയായ മൈ സ്റ്റോറിയിൽ തന്റെ മറക്കാനാവാത്ത ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. നവോത്ഥാന നോവലിസ്റ്റ് ലളിതാംബിക അന്തർജനത്തിന്റെ കൊച്ചുമകളും പ്രശസ്ത കഥാകൃത്ത് എൻ മോഹനന്റെ മകളുമാണ് സരിത. അടിയന്തരാവസ്ഥ കാലത്ത് തിരുവനന്തപുരം ഹോളി ഏഞ്ചൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എഡിറ്ററായ ചുമർ പത്രത്തിൽ ജയിലിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മോചനത്തിന് വേണ്ടി രാഷ്ട്രീയവും ആളുമറിയാതെ ഒട്ടിച്ച ഒരു ചിത്രമുണ്ടാക്കിയ പുകലിനെ കുറിച്ചാണ് ആദ്യം. വന്നപ്പോൾ ഞാൻ 8, 9, 10 ഹോളി ഏഞ്ചൽസിലായിരുന്നു. അതിനിടയിലുള്ള കാലത്ത് അടിയന്തരാവസ്ഥ വളരെ രാഷ്ട്രീയമായിട്ട് ഞാൻ പറഞ്ഞ ബംഗ്ലാദേശ് വാർ, അത് കഴിഞ്ഞ് അടിയന്തരാവസ്ഥ കാലം വന്ന സമയത്താണ്. ആ സമയത്ത് ഞാൻ ഈ വാസുകി നടത്തിയ എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ 8ാം ക്ലാസ്സിൽ ഇവിടെ മലയാളത്തിന് ഞാൻ ഹോളി ഏഞ്ചൽസിൽ ചെന്നപ്പോൾ മലയാളം ഭാഷയ്ക്ക് വലിയ ഒരു കരുത്തുള്ള 2 മീഡിയം, മലയാളം മീഡിയം 2 ഡിവിഷൻ ഉണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷിനാണ് അവിടെ പ്രോമിനൻസ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പം ഞാൻ ഒരു ബൈലിംഗ്വൽ ക്ലാസ് മാഗസിൻ കൈയെഴുത്ത് മാസിക തുടങ്ങി. ഈ മാസിക ആണെങ്കിലും പുസ്തക ഫോർമാറ്റിലല്ല, ബുള്ളറ്റിൻ ഫോർമാറ്റിലാണ്. അപ്പൊ ഈ ചുമരിലായിരുന്നു പണ്ടൊക്കെ സ്കൂളുകളിൽ ഇന്നത്തെ കോട്ട് ഓഫ് ദി ഡേ ഒക്കെ പോലെ ഇന്നത്തെ അങ്ങനെ ഓരോന്ന് എഴുതിയിടുമല്ലോ, അങ്ങനെ എഴുതാൻ നമ്മളെ വിളിച്ചു. അങ്ങനെ അത് പിന്നെയാണ് ആ എഴുതുന്ന സാധനത്തിന് പകരം ഇങ്ങനെ ആയിക്കൂടെ എന്നായി. അത് കഴിഞ്ഞ് പിന്നെ അത് ബുള്ളറ്റിനായി. അത് കഴിഞ്ഞ് അതില് ഒരുപാട് സൃഷ്ടികൾ കിട്ടി തുടങ്ങിയപ്പോൾ അത് ഈ സിനിമാ പരസ്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന പോലെ ഒരു പിരമിഡ് ഫോമില്ലേ, ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് ഇങ്ങനെ ഒരു പിരമിഡ് ഫോം, അത് നടുക്ക് 2 ക്ലാസ്സുകളുടെ ഇടയിൽ സ്ഥലത്ത് വയ്ക്കും. അപ്പൊ ഈ വശത്തും ഒട്ടിക്കും, ഇതിൽ പിൻ ചെയ്യും. അപ്പുറത്തെ വശത്ത് അപ്പോൾ ഒരു വശത്ത് ഇംഗ്ലീഷും ഒരു വശത്ത് ഈ മലയാളവും കൃതികൾ എല്ലാവരെയും കൊണ്ട് എഴുതിച്ച്, നല്ല കയ്യക്ഷരമുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ച് പകർത്തി അങ്ങനെ എഴുതും. നല്ല മിടുക്കരായിട്ടുള്ള നല്ല കയ്യക്ഷരമുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ചെമ്മനം ചാക്കോ സാറിൻ്റെ മകള് ശോഭ ചെമ്മനം, പല ആൾക്കാരും ഉണ്ടായിരുന്നു. ഉഷാ സക്രിയാസ് അങ്ങനെ മരിച്ചുപോയി. ഇപ്പോൾ ഒരു എഴുത്തുകാരിയും ഫിലിം ക്രിട്ടിക്കും ഒക്കെ ആയിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു. അവർ നന്നായിട്ട് ചെയ്യുമായിരുന്നു. അപ്പം അത് നല്ല അത് ഈവൻ അധ്യാപകരും ഒക്കെ അത് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. അപ്പം അതിലെൻ്റെ പ്രധാന ജോലി എന്തായിരുന്നു എന്ന് വെച്ചാൽ മലയാളത്തിൽ ടെക്സ്റ്റിൽ പഠിക്കാനുള്ള പുസ്തകങ്ങൾ, കവിതകൾ, അത് ചങ്ങമ്പുഴയൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. അത് കാരണം ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് ഇത് ആക്സസിബിൾ അല്ലല്ലോ, അവർക്ക് അത് കിട്ടാൻ, അവർക്ക് വായിക്കാൻ വേണ്ടി ഇത് അങ്ങോട്ട് ഇടുക. ഇംഗ്ലീഷിലുള്ള ചില സാധനങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിടുക. അത് അങ്ങനത്തെ ചെയ്യും. പിന്നെ എന്തും അക്സെപ്റ്റ് ചെയ്യുക. അപ്പം അത് കഴിഞ്ഞിട്ട് അത് കണ്ടപ്പോൾ ഹിന്ദി അറിയുന്ന കുറെ ആൾക്കാർ ഹിന്ദിയും കൂടി തുടങ്ങണം എന്ന് പറഞ്ഞ് ഹിന്ദിയുടെ അങ്ങനെ അതിന് ഇനിയിപ്പോൾ ഏത് വശം യൂസ് ചെയ്യും ഇതിൻ്റെ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഒരു വലിയ സംഭവം ഉണ്ടായത്. ഞാൻ ഈ സംഗതിയും കൊണ്ട് എന്നെ ഒരു ദിവസം സ്കൂളിൽ കൊണ്ടുവിടാനായിട്ട് ചെല്ലുമ്പോൾ വഴിയിൽ വെച്ച് ഇന്നത്തെ ഒരു നേതാവ്, നമുക്കൊക്കെ ഇപ്പോഴും ഉണ്ട്, അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായ ആൾ. അന്ന് അദ്ദേഹം SFI ഒന്നും ആയിരുന്നു തോന്നുന്നു. എൻ്റെ അടുക്ക ചോദിച്ചു, നമുക്ക് നല്ല പരിചയമുള്ള ആളാണ്. എനിക്ക് ചോദിച്ചു, കുറേ നോട്ടീസ് ചോദിച്ചു, ഇതൊന്ന് സ്കൂളിലൊന്ന് ഒട്ടിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു, സ്കൂളിൽ ഞാൻ നല്ല സയൻസ് ക്ലബ് പ്രസിഡൻ്റാണ്, അവിടെ മൊത്തത്തിൽ അതിനെന്താ എന്ന് ചോദിച്ചു. അങ്ങനെ അങ്ങനെ ഒട്ടിക്കാൻ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ അപ്പം ഞാൻ മനസ്സിൽ കണ്ടു എൻ്റെ സ്ഥലം ഉണ്ടല്ലോ, സ്പേസ്. അപ്പം ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ അത് വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയെ അദ്ദേഹത്തിന് എത്രയോ നാളായിട്ട് ജയിലിൽ പിടിച്ചിട്ടിരിക്കുകയാണ്, മാസങ്ങൾ. അദ്ദേഹത്തിനെ പുറത്തു എന്നിട്ട് SFIൻ്റെ ഒരു ആവശ്യമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാനപ്പോൾ ആ ഫോട്ടോ അത് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മലയാളത്തിൽ ഈ ചേട്ടൻ, നമ്മളെപ്പോലെയുള്ളൊരു ചേട്ടൻ, ഈ ചേട്ടന് എത്രയോ നാളായിട്ട് എൻ്റെ വക അതിൻ്റെ ഒരു ഇൻട്രോയൊക്കെ കൊടുത്ത് അദ്ദേഹത്തിനെ ഇത് ചെയ്യണം, നമ്മളെപ്പോലെ പഠിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അത് കണ്ട് കുറെ ആളുകൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ ആളുകൾ, അവർ വളരെ പയസായിട്ടുള്ള കുറെ ആൾ, സ്കൂളിനകത്ത് ചാപ്പലൊക്കെ ഉണ്ട്, ആ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയും എഴുതിയെത്തിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് ആളുകൾ ഇത് അറിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 2ാം ദിവസമായപ്പോൾ സ്കൂളിൽ പോലീസ് വന്നു. അത് എന്നിട്ട് ചോദിച്ചു എൻ്റെ അടുക്ക, ഈ ഫോട്ടോ കാണുന്ന ആളാര്, എൻ്റെ ആരാന്ന് ചോദിച്ചു.
അപ്പോൾ എന്നെ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ പ്രിൻസിപ്പല് ടീച്ചേഴ്സ് അവിടെയുള്ളവരൊന്നും മലയാളം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഗോവയിൽ നിന്നൊക്കെ വന്ന സിസ്റ്റേഴ്സാണ്, ആംഗ്ലോ ഇന്ത്യൻസ്, അങ്ങനത്തെ ആളുകളാണ്. ഹിന്ദി, വേറെ ഇവൻ ഒരു ഹാഫ് ജർമ്മൻ ആയിട്ടുള്ള ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ അവർ വിളിച്ച് ചോദിച്ചു, അവിടെ അറിയാമല്ലോ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ ഒരു ആൺകുട്ടിയുടെ പടം നമ്മൾ വന്നാലുള്ള ആരാണ്, അപ്പം ഇനി കസിനാണെന്ന് ഒറ്റ പറയുമോ, ആരാണിത് എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര ആരാന്ന് അറിയില്ല, അദ്ദേഹം ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടി ജയിലിൽ കിടക്കുകയല്ലേ അതുകൊണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ പോലീസുകാർ ഉണ്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട്. ആരായിരുന്നു എന്നറിയാമോ? കോടിയേരി ബാലകൃഷ്ണൻ. മൊട്ടയടിച്ച് എൻ്റെ ഒരു ഫോട്ടോ ആണ്. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ പ്രൊപ്പണൻ്റായിട്ട് എന്നെ അവർ അതിൽ മാറ്റി. പിന്നെ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ പിന്നെ അവർ തന്നെ ഈ കോൺവെൻറ്റ് സ്കൂളിനകത്ത് പോലീസ് വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീകരമായ കാര്യമാണ്. അപ്പോൾ ഉടനെ അവർ ബിഷപ്പിനെയോ ആരെയൊക്കെയോ വിളിച്ച് സ്വാധീനിച്ച് അവരൊക്കെ വിളിച്ച് എന്നെ വൈകുന്നേരം വരെ അവിടെ കുറേ നേരം നിർത്തി, അതിനുള്ളിൽ തന്നെ നിർത്തി. അത് കഴിഞ്ഞിട്ട് അവസാനം എനിക്ക് വാസ്തവം പറഞ്ഞാൽ വലിയ പരിഭ്രമമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പറയാണ് ഒരു മനുഷ്യൻ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് പക്ഷെ പിറ്റേ ദിവസം 2 ദിവസം എന്നെ സ്കൂളിന് ഇന്ന് ഇത്ര വലിയൊരു പരിങ്ങൽ സ്ഥിതിയിലാക്കിയതിന് അതുവരെ ഞാനൊരു വലിയ ഹീറോയിനായിരുന്നു. ഒരു സ്കൂളിലെ എല്ലാ കാര്യത്തിലും അവിടെ ക്വിസ് മത്സരങ്ങളിൽ സമ്മാനം, സ്കൂളുകൾക്ക് പല നേട്ടങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വിഷു പതിപ്പിലെ ഒരു കഥ വന്നു. അതിന് അസംബ്ലിയിൽ ഒരു സീറ്റ് ഇതൊക്കെ കിട്ടി മൊത്തം ഒരു നല്ല ഇതിലിരുന്നതാണ്. ഇതോടുകൂടി ഭയങ്കര മോശമായെന്ന് മാത്രമല്ല, എന്നെ അവിടുത്തെ ഏറ്റവും വലിയ പണിഷ്മെൻ്റാണ് വെറുതെ മുട്ടുകുത്തിച്ച് നിർത്തുകയല്ല, വെയിലത്ത് അങ്ങനെ അകത്ത് ടാറിട്ട റോഡുകളുണ്ട്. ടാറിട്ട റോഡിൽ പുറത്തേക്ക് ഹോളി ഗേൾസ് കോൺവെൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വാതിലിൻ്റെ പുറത്തുള്ള സ്ഥലത്ത് മുട്ടുകുത്തിച്ച് നിർത്തിച്ചു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിലത്ത്. അപ്പോൾ ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ ഭയങ്കര സിമ്പതിയായിരുന്നു. അവർ വാട്ടർ ബോട്ടിൽ വെള്ളമായിട്ട് അടുത്തുകൂടി പമ്മി വന്ന് എനിക്ക് വെള്ളം തരാൻ ശ്രമിക്കുക. ഞാനവിടെ നിന്നു. എനിക്ക് ഏറ്റവും വലിയ നാണക്കേട് അടുത്തൂടെയുള്ള സ്കൂളിൽ നിന്നൊക്കെയുള്ള സെൻറ്റ് ജോസഫിൽ നിന്നൊക്കെയുള്ള കുട്ടികൾ ഒക്കെ നടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ അതുവരെ വേറെ സ്ഥലത്തൊക്കെ ഞാനിങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് മോശമായിരുന്നു. പഴയ മദ്രാസിൽ പഠിക്കുന്ന കാലത്ത് അടയാർ ഗേറ്റിലെ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ച് വിസ്തൃത എഴുത്തുകാരൻ ഗുന്ദർ ഗ്രാസിനെ ആളറിയാതെ യാദൃശികമായി കണ്ടെത്തിയ കഥയും അഭിമുഖം നടത്തുമ്പോൾ ഫോട്ടോ എടുക്കാൻ വന്നയാൾ പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമായതും വിവരിക്കുന്നു. ഞാൻ ഈ താമസിക്കുന്നതിനടുത്തായിരുന്നു അന്ന് അടയാർ ഗേറ്റ് ഹോട്ടൽ. ഇപ്പം അത് പൊളിച്ചു കളയുകയാണ്, വേറൊരു പൊളിഞ്ഞ് മോളായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ ആ അടയാർ ഗേറ്റ് ഹോട്ടലിൻ്റെ തൊട്ട് മുമ്പിൽ ഈ തൈര് ശാദം, പെപ്പർ ശാദം ഒക്കെ ഇങ്ങനെ ഒരു തേക്കിലയിൽ വെച്ച് വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ചീപ്പായിട്ടുള്ള ഭക്ഷണം കിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ദരിദ്രകാലം ആയതുകൊണ്ട് ഞാൻ ഇടക്കയിലേക്ക് കൂടി പോകുമ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാറും ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് നിൽക്കുമ്പോൾ ഒരു സായിപ്പ് അവിടെ നിൽക്കുന്നു ഒരു. അപ്പോൾ അദ്ദേഹത്തിനോട് അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ടിൻ ഡ്രം, ഗുണ്ടർ ഗ്രാസിൻ്റെ ടിൻ ഡ്രം എന്നൊരു സാധനം. അതിന് മുമ്പിലത്തെ തവണ ബർത്ത്ഡേ പ്രസൻ്റായിട്ട് അച്ഛനെ എനിക്ക് തന്നത്. ഫ്ലാപ്പിൽ ഇദ്ദേഹത്തിൻ്റെ പടമുണ്ട്. ആ ഛായ ഉള്ള ഒരാൾ അവിടെ നിൽക്കുന്നു. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിനെ നോക്കി നിൽക്കുമ്പോൾ അത് എൻ്റെ നേരെ നടത്തി നിന്നിട്ട് ചോദിച്ചിട്ട്, ഈ സാധനം വാങ്ങിക്കാൻ കിട്ടുന്നത് ഇസ് ഇറ്റ് ഹാട്ട്, എരിയോ, എനിക്ക് കഴിക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ ഇന്ന സാധനം വാങ്ങിച്ചാൽ അത്ര എരിയില്ല, പെപ്പർ ചിലപ്പോൾ എരിവുണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹമായിട്ടൊന്ന് പരിചയമായി. അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചു. അദ്ദേഹം ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, ഹോട്ടലിൻ്റെ മുമ്പിലുള്ള സ്റ്റാളിലാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു, ഗുന്ദർ ഗ്രാസിൻ്റെ ഛായ എന്ന് പറഞ്ഞു. ഞാൻ അത് അദ്ദേഹമായിരുന്നു. അപ്പം അദ്ദേഹം കുറെ കാലം ഇന്ത്യയിൽ വന്ന് ഇൻകോഗ്നിറ്റോ, ആളറിയാം, പ്രച്ഛന്നമായിട്ട് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു കാലത്തായിരുന്നു. അപ്പം അദ്ദേഹത്തിനോട് സംസാരിച്ചൊരു അപ്പം എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു വലിയ സ്റ്റോറി എന്ന് പറയാം. കാരണം മറ്റെവിടെയൊക്കെ ജോലി ചെയ്തിരുന്നെങ്കിലും ഇത്ര ഒരു വലിയൊരു മഹാനായ ഒരാൾ എൻ്റെ കയ്യിലേക്ക് മടിയിലേക്ക് വന്ന് വീണിരുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് സ്റ്റോറി ചെയ്തിട്ട്, അപ്പം എനിക്ക് ഐ ഡോണ്ട് ഹാവ് ദ പേപ്പർ ടു സെൻഡ്. ഞാൻ എന്നിട്ട് അന്തം വിട്ട് ഉടനെ അപ്പം ഈ വലിയ പത്രങ്ങളിലൊക്കെ ഈ സ്പാൻ പോലെയുള്ള സാധനങ്ങളിൽ
ഇത് വരണം എന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഓർമ്മയുണ്ടോയെന്നറിയില്ല, ഫോട്ടോ പോരാ, ട്രാൻസ്പെറൻസി എന്നൊരു സാധനം വേണം, നല്ല ക്വാളിറ്റിയുള്ള ട്രാൻസ്പെറൻസി വേണം. അപ്പം ഞാൻ ഇദ്ദേഹത്തിനോട് പറഞ്ഞു നാളെ ഞാൻ വരാം, എൻ്റെ ഒരാൾ വന്ന് ഞങ്ങളൊന്ന് ഫോട്ടോ എടുത്തോട്ടെ. പുള്ളി സമ്മതിച്ചു ഭാഗ്യത്തിനും. അപ്പം ഞാൻ ഞങ്ങളുടെ അടുത്തുള്ളൊരു അന്നത്തെ ഇതൊക്കെ ഒന്നും നമുക്ക് കോണ്ടാക്ട്സ് ഒന്നും ആയിട്ടില്ല, പ്രൊവിഷൻ കടയിൽ ചോദിച്ചു എനിക്ക് നല്ല പടം എടുക്കാൻ പറ്റുന്ന ഒരാളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പയ്യൻ ഇവിടെയുള്ള 17 വയസ്സേ ആയിട്ടുള്ളൂ, 18 വയസ്സായിട്ടില്ല, അയാൾ നന്നായിട്ട് ഇത് എടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നു, ഹരി എന്ന് പറഞ്ഞുകൊണ്ടൊരു പയ്യൻ. ആ പയ്യൻ വന്ന് ഫോട്ടോ എടുത്തു തന്നു, എന്നിട്ട് ഈ ട്രാൻസ്പെറൻസി കൊടുത്തു. ഞാൻ ഈ സാധനം സ്പാനിന് അയച്ചു, എന്നിട്ട് അത് ഭംഗിയായിട്ട് ഞാനൊരു 1500 വേർഡ്സ് അയച്ചു, അത് 50 വേർഡ്സ് ആയിട്ട് 100 വേർക്ക് പറ്റും അവർ കട്ട് ചെയ്തിട്ട് ഈ ഫോട്ടോ വലുതാക്കി ഈ സാധനം അടിച്ചു വന്നു. എന്നിട്ട് എനിക്ക് അന്നത്തെ കാലത്ത് വളരെ സുഭിക്ഷമായി കഴിയാനുള്ളതില്ല $50 ഭയങ്കര എമൗണ്ട് ആയിരുന്നു അത് അയച്ചു തന്നു ആ സാധനത്തിന് വേണ്ടി. ഇനി ഞാൻ ഈ ആളുകളെയൊക്കെ പേ ചെയ്ത്, ഈ ഫോട്ടോഗ്രാഫറുകളൊക്കെ പേ ചെയ്ത് ഞാൻ വളരെ ഹാപ്പി ആയത് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കുറെ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പിൽക്കാലത്ത് ഞാൻ കൊച്ചിയിൽ താമസിക്കുമ്പോൾ 5-6 വർഷം കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം രാത്രി രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട ശ്രീപെരുമ്പുതൂറിൽ അത് കേൾക്കുന്നു. അപ്പം നമ്മളത് ഫോളോ ചെയ്യുന്നു. വാർത്ത കണ്ടു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കൊല്ലപ്പെട്ട ഒരു ഫുട്ടേജ് വന്നല്ലോ ധനുവിൻ്റെ, അത് എടുത്തത്, അതിൽ മരിച്ചത് ഹരിബാബു, ഈ ഞാൻ അന്ന് വിളിച്ച ആ ഫോട്ടോഗ്രാഫർ പയ്യനില്ലേ, ആ പയ്യനായിരുന്നു അതിൽ. ഇപ്പം എൻ്റെ മെടുക്കുന്നതല്ല, ഞാൻ പറഞ്ഞത് ഒരു വലിയ അനുഭവം എനിക്കപ്പം നമ്മള് ചരിത്രം വന്ന് നമ്മളെ ഒന്ന് തൊട്ടിട്ട് ആ ഹരിബാബുവിന്റെ ഫുട്ടേജ് കാരണമാണല്ലോ അത് ഫുൾ ആ അസാസിനേഷന്റെ ഇത് മുഴുവൻ തെളിയാൻ കാരണം അതാണല്ലോ. അപ്പൊ ആ പ്രധാനപ്പെട്ട ആള് അന്ന് അയാൾ 18 വയസ്സാവുന്നതിന് മുമ്പുള്ള കാലത്ത് ഞാൻ പുള്ളിയുടെ ആദ്യത്തെ അസൈൻമെന്റ് കൊടുത്തത് ഞാനായിരുന്നു. അതൊരു നല്ല അതാണൊരു ദുഃഖകരമായ എന്നാൽ ചരിത്രപരമായ ഒരു ഓർമ്മ. ഇനി പോയ വാര വാർത്താ ചിത്രങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു ഫോട്ടോ ജേർണലിസം അധ്യാപകനായ ബി ചന്ദ്രകുമാർ. ചിത്രജാലകത്തിലേക്ക് സ്വാഗതം. ലെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി അവാർഡ് പ്രഖ്യാപിച്ചു. കൈകാലുകൾ മുറിച്ചു മാറ്റിയ പാലസ്തീൻ ആൺകുട്ടിയുടെ ചിത്രത്തിനാണ് ഈ വർഷത്തെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി അവാർഡ്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ മഹ്മൂദ് അജോർ എന്ന ബാലന്റെ പോർട്രേറ്റ് ആണ് സമ്മാനിതമായ ചിത്രം. ന്യൂയോർക്ക് ടൈംസിന്റെ ദോഹയിലെ ഫോട്ടോ ജേർണലിസ്റ്റ് സമർ അബു എലൂഫ് ആണ് പുരസ്കാര ജേതാവ്. മാർപ്പാപ്പ ഓർമ്മയായി. ആ വാർത്തയ്ക്കൊപ്പം വ്യത്യസ്തമായ ചിത്രങ്ങളാണ് പത്രങ്ങളിൽ കണ്ടത്. അന്താരാഷ്ട്ര പത്രങ്ങളുടെ 1-ാം പേജിൽ വന്ന ഫോട്ടോകൾ കാണാം. ഈ ചിത്രങ്ങൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീജൻ ബാലകൃഷ്ണനാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. അമേരിക്കയിൽ തുടർഭരണം നേടിയ ട്രംപിന്റെ നയങ്ങൾക്കെതിരെ അമേരിക്കയിൽ പ്രതിഷേധമുയരുന്നതിന്റെ വ്യത്യസ്ത ദൃശ്യങ്ങളും മാധ്യമങ്ങളിൽ കണ്ടു. ഇന്ത്യയുടെ ഏറ്റവും സുന്ദരമായ കാശ്മീരിൽ അശാന്തിയുടെ നിലവിളി വീണ്ടും ഉയർന്നു. 2025 ഏപ്രിൽ 25-നുണ്ടായ ഭീകരാക്രമണത്തിൽ 28 വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത്. ഈ ദാരുണ സംഭവത്തെ മനുഷ്യ മനസ്സുകളിൽ അടയാളപ്പെടുത്തിയ ഒരു വാർത്താചിത്രം കാണാം. പേരിലെ മതം അന്വേഷിച്ചു വന്നവർ വെടിവെച്ചു കൊന്ന ഭർത്താവിന്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ തളർന്നിരിക്കുന്ന യുവതിയുടെ ചിത്രം. 1000 വാക്കുകൾ സംസാരിക്കുന്ന ഈ ചിത്രം ആര് പകർത്തിയതാണെന്നറിയില്ല. അത് എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിൽ ഇടം പിടിച്ചു. കാശ്മീർ ഭീകരർക്ക് നേരെയുള്ള പ്രതിരോധത്തിന്റെ വാഗ്മയ ബിംബമായി ഈ ചിത്രം എന്നും നിലകൊള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി
കണ്ണിന് കുളിരേകുന്ന ഒരു കാഴ്ച കാണാം. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ചൈനയിലെ ടൂർ ഓപ്പറേറ്റർമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോ ആണിത്. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. തിരുവനന്തപുരം കനകക്കുന്നിൽ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച ദേശീയ ക്ലീൻ കോൺക്ലേവായ വൃത്തി സമാപിച്ചു. മാലിന്യ സംസ്കരണത്തിൽ ഹരിതകർമ്മസേനയും കുടുംബശ്രീയും അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് അവിടെ നടന്നത്. പാഴ്വസ്തുക്കൾ കൊണ്ട് തയ്യാറാക്കിയ മനോഹരമായ ഒരു കലാസൃഷ്ടി പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിരുന്നു. അതിനു മുന്നിൽ നിന്ന് സെൽഫി എടുക്കുന്ന വിദേശ വനിതയുടെ ഈ ചിത്രം പകർത്തിയത് മെട്രോ വാർത്താ ദിനപത്രത്തിന്റെ ഫോട്ടോഗ്രാഫർ KB ജയചന്ദ്രനാണ്. കേരളത്തിന്റെ ചില സുന്ദര ദൃശ്യങ്ങൾ ചാർലി KC എന്ന ഫോട്ടോഗ്രാഫറുടെ ഫേസ്ബുക്ക് പേജിൽ കണ്ടു. വിനോദസഞ്ചാരികളെ മാടി വിളിക്കുന്ന മൂന്നാറിന്റെ വ്യത്യസ്തമായ ഒട്ടേറെ ചിത്രങ്ങൾ അവിടെ കാണാം. അതിൽ വട്ടവടയിലെ കാർഷിക ഭംഗിയും കൈനകരിയുടെയും ആലപ്പുഴയുടെയും ഗ്രാമഭംഗിയും ചെറായി ദ്വീപിന്റെ ആകാശ കാഴ്ചയും തണ്ണീർമുക്കം ബണ്ടിന്റെ എഞ്ചിനീയറിംഗ് മികവും ജലാശയത്തിന് നടുവിലെ കൈനകരിയുടെ പച്ചപ്പും കടമക്കുടിയിലെ ഗ്രാമഭംഗിയും വൈക്കം കായലിന്റെ അപാര നീലിമയുമെല്ലാം വളരെ ആകർഷകമായി തോന്നി. ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയ ബംഗളൂരുവിന്റെ ഒരു രാത്രി ദൃശ്യം സോഷ്യൽ മീഡിയയിൽ കണ്ടു. നാട് വികസിക്കുന്നതിനനുസരിച്ച് റെയിൽവേ സംവിധാനങ്ങളും വികസിക്കേണ്ടതിന്റെ ആവശ്യകത ഈ ചിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വാർത്ത വലുതോ ചെറുതോ ആകട്ടെ, അവയെ വിവരിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് മാധ്യമധർമ്മമാണ്. ലോക മനസാക്ഷിയെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണം, മാർപ്പാപ്പയുടെ ദേഹവിയോഗം തുടങ്ങിയ വലിയ സംഭവങ്ങൾ മുതൽ ഒരു സിനിമാ നടന്റെ ജനൽ ചാടി ഓട്ടം വരെ മാധ്യമങ്ങളിൽ വന്ന രീതിയെ പറ്റിയാണ് വാക്കിലെ ശരിയിൽ SD പ്രിൻസ് പറയുന്നത്. കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ക്രൂരമായ ഭീകരാക്രമണം ഒരു രാജ്യത്തെ മാത്രമല്ല, ലോക മനസാക്ഷി മൊത്തത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു പത്രം കുരുതി എന്ന ഒരു ശീർഷകത്തിലാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. 28 മാസക്കേർഡ് ഇൻ JNK എന്ന് ഒരു ഇംഗ്ലീഷ് പത്രം എഴുതിയിരുന്നു. കാശ്മീർ കുരുതിക്കളം എന്നായിരുന്നു മറ്റൊരു പത്രം വിശേഷിപ്പിച്ചത്. ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളിലൊക്കെ ഭീകരപ്രവർത്തനങ്ങളിലുള്ള പ്രതിഷേധം, ജനങ്ങളുടെ പ്രതിഷേധം അത് വളരെ പ്രകടമായിരുന്നു. വാർത്തയെഴുത്തിന്റെ ഭാഷയിലും അത് പ്രതിഫലിച്ചിരുന്നു. എന്നാൽ ഇതിൽ ഭാഷാപരമായി പെട്ടെന്ന് കണ്ട ഒരു കാര്യം കൂടെ പറയാം. രാഷ്ട്രപതിയുടെ അനുശോചനം ഒരു പത്രത്തിന്റെ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. വേദനാജനകം എന്നാണ് ശീർഷകം കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് പറയുന്നു വേദനാജനകവും ഞെട്ടിപ്പിക്കുന്നതുമാണ് എന്ന്. രാഷ്ട്രപതിയുടെ X ഹാൻഡിലിൽ ഈ കാര്യം പറയുന്നത് ഷോക്കിംഗ് ആൻഡ് പെയിൻഫുൾ എന്നാണ്. മലയാളത്തിലേക്ക് മാറ്റിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന എന്ന് ആക്കിയിട്ടുണ്ട്. ഞെട്ടിക്കുന്ന എന്ന് മാത്രം മതി, ഞെട്ടിപ്പിക്കുന്ന എന്ന് എഴുതുന്നത് തെറ്റാണ്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗം ലോകമെങ്ങും പത്രങ്ങളിൽ 1-ാം പേജിൽ തന്നെ എത്തിയെന്നതിൽ ഒരു സംശയമില്ല. ലോകമെമ്പാടും പത്രങ്ങൾ ചെയ്തത് 1-ാം പേജിൽ ഒരു പോസ്റ്റർ രൂപത്തിൽ അദ്ദേഹത്തിന്റെ നിര്യാണ വാർത്ത അറിയിക്കുകയാണ് ചെയ്തത്. പല രാജ്യങ്ങളിലും കണ്ട ഈ പ്രവണത മലയാള പത്രങ്ങളിലും കണ്ടിരുന്നു. ലോക ജനത ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് കൽപ്പിച്ചിരുന്ന സ്ഥാനത്തിന്റെ മാത്രം സൂചന ആയിരുന്നില്ല അത്. ഒരു മത നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കാട്ടിയ കാരുണ്യം, നീതിബോധം, ഇതൊക്കെ പല വാർത്തകളിലും വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശീർഷകങ്ങളായിരുന്നു പലയിടത്തും കണ്ടിരുന്നത്. അഡ്യൂ പ്രോഗ്രസീവ് പോപ്പ് എന്നായിരുന്നു ഒരു ഇംഗ്ലീഷ് പത്രം വിശേഷിപ്പിച്ചത്. സ്വർഗ താരകം എന്ന് ഒരു പത്രം എഴുതിയിരുന്നു. ഹൃദയ താരകം എന്ന് എഴുതിയ ഒരു പത്രമുണ്ട്. ഹൃദയങ്ങളിൽ എന്നായിരുന്നു ഒരു പത്രത്തിലെ വലിയ ശീർഷകം. ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വർഗസ്ഥനായി എന്ന് ഒരു പത്രം എഴുതിയിരുന്നു. മറ്റൊരു പത്രമാകട്ടെ നിത്യപ്രചോദനം എന്ന ഒരു ശീർഷകമാണ് നൽകിയത്. കണ്ട പല ശീർഷകങ്ങളിലും നിത്യപ്രചോദനം ഒരുപടി മുന്നിട്ട് നിൽക്കുന്ന പോലെ തോന്നി. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾക്ക് വലിയ താല്പര്യമാണ്. കാരണം ഒരു ദിവസത്തെ വിരസമായ വാർത്തകൾക്കിടയിൽ സിനിമയുടെ ഒരു സ്പർശമുണ്ടെങ്കിൽ അത് വായനക്കാരെ കൂടുതൽ ആകർഷിക്കുമെന്നൊരു തോന്നൽ പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങൾ നടത്തുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ വാർത്തയാകാറുണ്ട്. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഓരോ സിനിമാ താരവും കാറിൽ നിന്ന് വന്നിറങ്ങി 10 അടി നടക്കുന്നത് വരെ
റീലായി വരാറുണ്ട്. അതൊക്കെ വൈറലാകാറുമുണ്ട്. ഇതുമായൊക്കെ മത്സരിച്ച് നിൽക്കുന്ന പത്രങ്ങൾക്ക് താരങ്ങളുടെ ചെറിയ വാർത്തകളെങ്കിലും പ്രസിദ്ധീകരിക്കാതെ നിവൃത്തിയില്ല. കേരളത്തിൽ മയക്കുമരുന്ന് വേട്ട നടക്കുന്ന ഒരു സമയത്ത് ഒരു സിനിമാ താരം ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട ഒരു പരിശോധനയ്ക്കിടയിൽ ഇറങ്ങി ഓടുന്നത് ഒന്നാം പേജ് വാർത്തയാകുന്നത് സ്വാഭാവികമാണ്. എന്ന് മാത്രമല്ല, ഇത്തരം ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അനുകരിക്കാൻ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. പലരും സിനിമാ താരങ്ങളെ അവരുടെ റോൾ മോഡലായൊക്കെ കാണുന്നവരുണ്ട്. ഈ സിനിമാ നടൻ കുറെ കാലമായി പല കാര്യങ്ങളിലും ഒരു തമാശ രൂപത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ടാവാം മാധ്യമങ്ങൾക്കും വായനക്കാർക്കും പെട്ടെന്നൊരു താല്പര്യം ഈ ചാട്ടി ഓട്ടത്തിൽ ഉണ്ടായത്. എന്തായാലും ചാടിയോട്ടം കഴിഞ്ഞ് അടുത്ത ദിവസം പത്രങ്ങൾ കൂടുതൽ വിവരങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പത്രം എഴുതിയത് തിളക്കം മാറി എന്നാണ്. ഷൈൻ എന്നുള്ള പേര് വെച്ചാവാം തിളക്കം മാറി എന്നെഴുതിയിരിക്കും. പക്ഷെ മറ്റൊരു പത്രം ഇതിനൊക്കെ അർഹമായ ഒരു ശീർഷകം നൽകിയിട്ടുണ്ട്: ചാടിയ ഷൈൻ കൂട്ടിലായി. ചാടിയ ഷൈൻ കൂട്ടിലായി എന്ന ശീർഷകം കാണുമ്പോൾ മനസ്സിൽ ഓർമ്മ വന്നത് സിനിമാ താരത്തെയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാവുന്നതേ. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വലിയ പ്രാധാന്യം മാധ്യമങ്ങൾ കിട്ടാറുണ്ട്. എന്ന് മാത്രമല്ല, ഇത്തരം വാർത്തകളെ വളരെ കാര്യമായി തന്നെയാണ് വായനക്കാർ നോക്കുന്നത്. പലപ്പോഴും ആരോഗ്യത്തെക്കുറിച്ചുള്ള പുത്തൻ അറിവുകൾ ഇതിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ലോക കരൾ ദിനത്തിന്റെ തലേ ദിവസം ഒരു പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. അതിന്റെ ശീർഷകം ഏതാണ്ട് ഇങ്ങനെയാണ്: നാളെ ലോക കരൾ ദിനം. പൊണ്ണത്തടിയുള്ള 65% കുട്ടികൾക്കും ഫാറ്റി ലിവർ. ഇത് ഫാറ്റി ലിവർ എന്ന ഒരു രോഗത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുന്ന കാര്യമാണ്. വലിയ നല്ല കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ ആകെ ഒരു സംശയം വരുന്നത് ഈ പൊണ്ണത്തടി എന്ന ഒരു പ്രയോഗത്തിലാണ്. നമുക്ക് അമിതവണ്ണമെന്നും അമിതഭാരം എന്നും ഒക്കെ പ്രയോഗിക്കാറുണ്ട്. ഈ തടി വണ്ണം എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ സംസാര ഭാഷയിൽ അറിയാതെ തന്നെ പ്രയോഗിക്കുന്ന ചില കാര്യങ്ങളാണ്. പക്ഷേ ഇതിനകത്തൊക്കെ ഒരു ബോഡി ഷേമിങ്ങിന്റെ അംശം ഉണ്ടെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ വിസ്മരിക്കാറുണ്ട്. പത്രങ്ങളിൽ പൊണ്ണത്തടി എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അതിനകത്തൊരു പരിഹാസം ഇല്ലേ എന്നൊരു ചോദ്യമാണ്. തീർച്ചയായും ഒരു പരിഹാസത്തിന്റെ അംശം അതിനകത്തുണ്ട്. ഒരാൾക്ക് വണ്ണം കൂടുന്നത് അയാളുടെ ശാരീരിക അവസ്ഥ, അതിന് പല കാരണങ്ങളുണ്ടാവാം. അതിനെ പൊണ്ണത്തടി എന്ന് പണ്ടൊക്കെ വിളിച്ച് കളിയാക്കിയിരിക്കും. പക്ഷേ രാഷ്ട്രീയ ശരിയുടെ ഇക്കാലത്ത് പൊണ്ണത്തടി എന്ന് വിളിക്കണമോ എന്ന് പത്രങ്ങളൊന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. പേര് വെച്ചുള്ള ശീർഷകങ്ങൾ നമ്മുടെ പത്രങ്ങളിൽ വിശേഷിച്ച് സ്പോർട്സ് പേജിൽ പതിവായി കാണാറുണ്ട്. ആ പതിവ് അങ്ങനെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം IPL ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ വൈഭവ് സൂര്യവംശിയുടെ കളിയെക്കുറിച്ച് ഒരു പത്രം എഴുതിയിരുന്നത് കൊച്ചു വൈഭവ് കലക്കൻ വൈഭവം എന്നാണ്. ശുഭ്മാൻ ഗിൽ എന്ന കളിക്കാരൻ കാര്യമായി കളിക്കുന്നു, നന്നായി സ്കോർ ചെയ്യുന്നു. അത് കണ്ട് ഒരു പത്രം എഴുതിയിരുന്നത് ഗില്ലാട്ടം എന്നാണ്. ഗുജറാത്തിന് ഗിൽ അഴക് എന്ന് മറ്റൊരു പത്രം എഴുതിയിരുന്നു. പണ്ടൊരിക്കൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഗില്ലാടി എന്ന് എഴുതിയത് ഓർക്കുന്നു. ഗില്ലുമായി ചേർത്ത് വയ്ക്കാവുന്ന ഗില്ലറ്റ് എന്നുള്ള വാക്കും ഉണ്ടെന്നുള്ള കാര്യം അല്പം പേടി ഉണ്ടാക്കുന്നുമുണ്ട്. അന്തരിച്ച കവി P. ഭാസ്കരന്റെ ജന്മശതാബ്ദി ആഘോഷം നടക്കുകയായിരുന്നു. അതിന്റെ സമാപനം കഴിഞ്ഞപ്പോൾ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു ഫീച്ചർ കണ്ടു. അവിടെ എഴുതിയിരുന്നത് പെൻചാൻഡർ എന്നാണ്. എൻചാൻഡർ എന്നാൽ വശീകരിക്കുന്നയാൾ, അത് എഴുത്തുകൊണ്ട് നമ്മളെ വശീകരിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ. പെൻചാൻഡർ, പേന കൊണ്ട്, അതായത് എഴുത്തിലൂടെ വശീകരിച്ച ആൾ. നല്ലൊരു കോയിനേജായി അത് തോന്നി. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളവരെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതാണ് തൊട്ടടുത്തുള്ള അമ്പലക്കുളം പത്മതീർത്ഥം എന്ന് പറയും. ഇതിനെ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ പത്മതീർത്ഥ കുളം എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഈ തീർത്ഥം എന്ന് പറയുന്നത് തന്നെ കുളമാണ്. വീണ്ടും കുളം ചേർത്ത് ആ പ്രയോഗത്തെ കുളമാക്കേണ്ട കാര്യമുണ്ടോ? മാധ്യമജാലകത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.